അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ നടുവിലത്തെ 10 അത് പാപമോചനത്തിൻ്റെ 10ആയിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പാപികളാകുന്ന നമുക്ക് അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളുയർത്തി ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് കരയാനും റബ്ബിനോടതെല്ലാം പൊരുത്തപ്പെടിക്കാനും പാപമോചനത്തിനൊക്കെ വേണ്ടി അള്ളാഹു തആല പ്രത്യേകമായി നിശ്ചയിച്ച ഈ 10 ധാരാളമായി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ തുടങ്ങിയിട്ടുള്ള പാപമോചന പ്രാർത്ഥന കൊണ്ട് വിശ്വാസികളാകും നാം അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കേണ്ടുന്ന ഒരു 10 വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ നടുവിലത്തെ 10. കഴിഞ്ഞുപോയ കാലത്ത് നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ സകലമാന പാപങ്ങൾ ചെറുതും വലുതുമായി രഹസ്യമായി പരസ്യമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവകളിൽ നിന്നെല്ലാം പൂർണ്ണമായും വെടിഞ്ഞു നിന്ന് ഇനിയൊരിക്കലും അത്തരം പാപങ്ങളെക്കൊള്ള ഞാൻ മടങ്ങുകയില്ല, എൻ്റെ ഭാഗത്തുനിന്നൊരു ആവർത്തനം ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഖേദപ്രകടനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമർപ്പിച്ചുകൊണ്ട് ചെയ്തുപോയ തെറ്റിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അതെല്ലാം അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ, പൊരുത്തപ്പെട്ടു തരണേ എന്നുള്ള പാപമോചന പ്രാർത്ഥന നടത്താൻ ഓരോ വിശ്വാസികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 10 വിശുദ്ധ റമളാൻ ഷരീഫിലെ നടുവിലത്തെ 10. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഹുവ ഷഹൂറുൻ അവലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ആദ്യത്തെ 10 അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ ധാരാളമായ അടിമകൾക്ക് നൽകുന്ന ഒരു 10. നടുവിലത്തെ 10 മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടേണ്ടുന്ന ഒരു 10. അവസാനത്തെ 10 നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന 10 ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 നമുക്ക് നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മയൊക്കെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട ഏടുകൾ നമ്മുടെ കരങ്ങളിലേക്ക് തരപ്പെടുമ്പോൾ നമ്മുടെ തിന്മയുടെ ഭാഗത്ത് ഒരു തെറ്റുപോലും ശേഷിക്കാത്ത രൂപത്തിൽ ചെയ്തുപോയ പാപങ്ങളെല്ലാം റബ്ബിനോട് പൊരുത്തപ്പെടിച്ചുകൊണ്ടായിരിക്കണം ഈ ലോകത്തോട് നാം വിട പറയേണ്ടത്. അതിന് ഈ 10 പ്രത്യേകമായി നാം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് വിശുദ്ധ റമളാൻ ഷരീഫിൽ രാപ്പകലുകളിലെല്ലാം ധാരാളമായി ഇസ്തിഗ്ഫാർ തേടി റബ്ബിനോട് പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായാൽ നാം വിജയികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചവരാകും. അതല്ല വിശുദ്ധ റമളാൻ ഷരീഫ് വന്നുപെട്ടും പാപങ്ങൾ പൊറുപ്പിക്കാൻ തയ്യാറാവാതെ പഴയതുപോലെ തോന്നിവാസിയായി തോന്നിയതുപോലെ ജീവിക്കുന്നവൻ അവന് ഏറ്റവും നാശം, അവനായിരിക്കും ഏറ്റവും വലിയ പരാജിതനെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിനോട് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒക്കെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ഈ 10 ഇസ്തിഗ്ഫാർ കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഇനിയുള്ള 10 ദിവസങ്ങൾ പാപമോചനം ധാരാളമായി തേടി റബ്ബിലേക്ക് മനസ്സും ശരീരവും കൊണ്ടടുത്ത് ധാരാളമായി പ്രാർത്ഥനകൾ നടത്താൻ വേണ്ടി നാം ഉപയോഗിക്കൊണ്ടുന്ന 10 ദിനങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഉപയോഗപ്പെടുത്താൻ അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സർവ്വ പാപങ്ങളും നമ്മുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദന്മാർക്കും ബന്ധുജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.